നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദയവായി നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ നെഞ്ചു പൊട്ടി ഞാൻ മരിച്ചു പോവും. ഞാൻ പറയാം. ഒരു സഹായം ചെയ്തിട്ട് സഞ്ജു ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രതിഫലം ചോദിക്കും. ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിക്ക് പകരമായി എന്തെങ്കിലും സഹായം നിനക്ക് എന്നോട് ചെയ്തു തരാൻ കഴിയുമെങ്കിൽ മുഹൂർത്തത്തിന് മുൻപ് നീ സ്വാധീനം കൊണ്ട് ഈ കതിർ മണ്ഡപത്തിൽ വന്നിരിക്കും. ഇത് മറ്റൊരാൾ അറിഞ്ഞ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ എന്റെ ചേച്ചിയുടെ മുന്നിൽ ഒരു പിടിച്ചാരമായി വീഴും. അമ്മുവിനെ കുറിച്ച് എല്ലാം അറിയുന്നവനല്ലേ ഞാൻ. നീ എത്രമാത്രം പരിശുദ്ധിയുള്ളവളാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ അറിഞ്ഞ വിവരങ്ങൾ ആരോടും പറയില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ നിനക്ക് ഭർത്താവല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ അയാളെ ഈശ്വര തുല്യം കാണുന്നു. അമ്മോ, നിന്നെപ്പോലൊരു പെണ്ണ് ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. നീ സത്യങ്ങൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആരോടും പറയില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ നഷ്ടമാക്കി എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു. ദയവായി നീ അങ്ങനെ പറയരുത്. നിങ്ങൾ ഇന്നൊരു ഭർത്താവാണ്. ഒരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിച്ച അവളോട് നീതി പുലർത്തുകയാണ് ഉത്തമനായ ഒരു പുരുഷൻ ചെയ്യേണ്ടത്. ആ നീതി സഞ്ജു കാണിച്ചോ? അന്ന് നടന്നതൊരു വിവാഹമേ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഞാൻ എവിടെയൊക്കെ നോക്കി. നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനൊന്ന് പോട്ടെ. ലച്ചു എവിടെ പോകാൻ? ലച്ചു എങ്ങും പോകുന്നില്ല. ഇല്ല, ചേച്ചിയുടെ മുന്നിലേക്ക് ഞാൻ ഇനി വരില്ല. നിങ്ങൾ ആരും എന്നെ അതിന് നിർബന്ധിക്കാൻ വേണ്ട. ചേച്ചി ഒന്ന് എഴുന്നേൽക്കാൻ അവള് സകല ശക്തികളോടും പോരാടിയത് നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ. അതിനവള് അഖണ്ഡ ജ്യോതി വരെ ശിരസിലേറ്റി. എനിക്കറിയേണ്ടത് ചേച്ചി വരുമോ ഇല്ലയോ എന്നാ. ഇതെന്റെ അവസാനത്തെ ചോദ്യം. ഇനി ഒരു കാലത്ത് നമ്മൾ തമ്മിൽ കാണില്ല. ചേച്ചി അനിയത്തിയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം. ഞാൻ പോവാ. അമ്മോ, അമ്മോ, മോളെ നീ പോവല്ലേ? അമ്മോ, തിരിച്ചു വാ അമ്മോ. പോയാരും കാണുന്നില്ലല്ലോ അമ്മോ.
കതിർ മണ്ഡപത്തിലെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇവിടുത്തെ ആചാരങ്ങളൊന്നും എനിക്കറിയില്ല. നമ്പീശിനതൊക്കെ വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞു. ആ, കലവറയിലെ കാര്യങ്ങളൊക്കെ എന്തായി? അവിടെയെല്ലാം ഓക്കെയാണ്. വിവാഹത്തിന് മുൻപ് വേണമെങ്കിൽ ഒരു പന്തി ഇല വെക്കാം. അയ്യോ, ഇനി അതിനുള്ള സമയമില്ല. കല്യാണം കഴിയട്ടെ. ആ ആ ഇനി ഭയപ്പെടാനൊന്നുമില്ലെന്ന് വിശ്വസിക്കുമ്പോഴും മനസ്സ് ശാന്തമാവണമെങ്കിൽ താലികെട്ട് കഴിയണം. ഇനി ഒരാശങ്കയും വേണ്ട ഗൗരി. മുഹൂർത്തത്തിന് സമയമായില്ലേ? വർമ്മ സാറിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയാൽ പിന്നെ എന്റെ ജന്മം ഈ നാട്ടിൽ കെട്ടടങ്ങേണ്ടി വരും. ഇനി എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിക്കണമെങ്കിൽ അമ്മ ഇവിടെ വരണം. സഞ്ജു അവൾക്ക് ആരാണെന്ന് പറയണം. അതൊരിക്കലും സംഭവിക്കില്ല. നമുക്കിത് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ? നീ സന്തോഷത്തോടെ നിൽക്ക്. ആ, ഹലോ ഹരീഷ് വന്നേ ഉള്ളൂ. അതെ. എന്റെ ഫ്രണ്ടാ. വാ അങ്ങോട്ടിരിക്കാം. കാഞ്ചനയും പ്രഭയും എവിടാന്ന് പോലും നമുക്കറിയില്ല. അവള് വീട് വിട്ടുപോയി 27 വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുടുംബത്തിൽ നടക്കുന്ന രണ്ടാമത്തെ വിവാഹം. കാവേരിയുടെ വിവാഹത്തിനോ അവള് വന്നില്ല. കുടുംബത്തിലേക്ക് അവള് തിരിച്ചു വന്നിട്ട് നടക്കുന്ന വിവാഹത്തിനും അവളും പ്രഭയും ഇല്ല. അതൊന്നും ഓർക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അമ്മേ. 2 മക്കളെ പോലെയാ ശ്രീകുട്ടി അമ്മുവും മംഗലശ്ശേരിയിലേക്ക് ഒന്നിച്ചു വന്നത്. അവരും ഈ ചടങ്ങിന് ഇല്ലാതെ പോയി. പാവ അമ്മു. സഞ്ജുവും ശ്രീകുട്ടിയും തമ്മിലുള്ള കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവള് തന്നെ. പോകാൻ നേരം സഞ്ജനോട് അവള് നടത്തിയ വെല്ലുവിളി ഇപ്പോഴും മനസ്സിൽ തന്നെയുണ്ട്. ശ്രീകുട്ടിയെ നടത്തിച്ചു കൊണ്ടുവരുമെന്നല്ലേ അമ്മ പറഞ്ഞിട്ട് പോയത്? അത് വല്ലോ നടക്കുന്ന കാര്യമാണോ ശ്രീദേവി? അവളുടെ ഉള്ളിലെ പെടച്ചിലുകൊണ്ട് പറഞ്ഞു പോയതാ. ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അമ്മുനെ ആരും തള്ളിക്കളയണ്ട. ശ്രീകുട്ടിക്ക് വേണ്ടി മരിക്കാനും അവള് തയ്യാറാ. അല്ല, അപ്പൊ കാവേരി പറയുന്നത് അമ്മു ശ്രീകുട്ടിയായിട്ട് വരുമെന്നാണോ? താലികെട്ട് കഴിയും വരെ അവര് വന്നാലും ഇല്ലെങ്കിലും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ആർക്കാ എന്താ പ്രതീക്ഷിക്കാൻ പറ്റാത്തത്? ദൈവേച്ഛ പോലെ എല്ലാം നടക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.